നമസ്കാരം. എന്നും വൈകി മാത്രം തിരിച്ചറിവ് വരുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് CPM. പഴയ കാലത്തേക്ക് തന്നെ നമുക്കൊന്ന് തിരിച്ചു പോകാം. സ്വാതന്ത്ര്യ സമരത്തെ എതിർത്തു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് 1947 ആഗസ്റ്റ് 15 മുതൽ പല വർഷങ്ങളോളം, നിരവധി വർഷങ്ങളോളം കരിങ്കൊടി ഉയർത്തി. അങ്ങനെ ദേശദ്രോഹത്തിന്റെ പാർട്ടിയായി മാറി CPM. പിന്നീടോ ട്രാക്ടറിനെ എതിർത്തു, അതിനുശേഷം കമ്പ്യൂട്ടറിനെ എതിർത്തു, നാഷണൽ ഹൈവേയും അതിവേഗപാതയെയും ഒക്കെ എതിർത്തു. പിന്നീട് ഇതെല്ലാം ഞങ്ങളുടെ സംഭാവനയാണ് എന്ന രീതിയിൽ മാറ്റി പറഞ്ഞു. സ്വാതന്ത്ര്യം നേടിത്തന്നത് ഞങ്ങളാണെന്ന് വരെ പറഞ്ഞു വെച്ചു. കയ്യിൽ 2 ലാപ്ടോപ്പ് ഇല്ലാതെ നടക്കുന്ന നേതാക്കളില്ലാതായി. ട്രാക്ടറിന് വേണ്ടി സമരം നടത്തി. അവസാനം അതിവേഗപാത ഞങ്ങളുടെ സംഭാവനയാണ്, നാഷണൽ ഹൈവേ ഞങ്ങളുടെ സംഭാവനയാണ് എന്ന് വരെ വിഡ്ഢിപ്പറച്ചിൽ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നോക്കി. ഇപ്പോൾ സ്വന്തം തെറ്റുകളും അവസാനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. 35 വർഷത്തെ തുടർ ഭരണത്തിന് ശേഷം മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ അധികാരത്തിലേറിയപ്പോൾ വെളിയിൽ CPM എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പാർട്ടി. എവിടെ കണ്ടാലും ജനം ഓട്ടിച്ചിട്ടടിക്കും. തുടർന്ന് 15 വർഷത്തെ ഭരണത്തിന് ശേഷം മമതാ ബാനർജി പുറത്തിറങ്ങിയപ്പോഴും അതേ അവസ്ഥയായി. തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയാൻ നിവർത്തിയില്ല. തൃണമൂൽ എന്നോ കോൺഗ്രസ് എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ, മമത എന്ന വാക്കുച്ചരിച്ചു കഴിഞ്ഞാൽ അടി കിട്ടുന്ന അവസ്ഥയായി. ഇതൊക്കെ കണ്ട് പേടിച്ചിട്ടാണോ, അതോ തിരിച്ചറിവ് ഇനിയും എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ സമൂഹത്തിൽ നിന്ന് അമ്പാടെ ഇല്ലാതാകും എന്നുള്ള പേടി കൊണ്ടാണോ, അതോ നിലനിൽപ്പിന് വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണോ, അതോ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രതീക്ഷ കൊണ്ടാണോ? എന്തു തന്നെയായാലും തങ്ങളുടെ തെറ്റിനെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വയ്ക്കുന്നു. അത് വെറും വയ്പ് മാത്രമാണോ, അതോ യഥാർത്ഥ തിരിച്ചറിവാണോ എന്ന് വരുന്ന കാലം തെളിയിക്കും. പാർട്ടിക്ക് തെറ്റുപറ്റി, അണികൾക്ക് തെറ്റുപറ്റി, മറ്റ് സംഘടനാ സംവിധാനങ്ങൾക്കെല്ലാം തെറ്റുപറ്റി. പക്ഷേ സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും മാത്രം തെറ്റുപറ്റിയിട്ടില്ല എന്ന രീതിയിലാണ് ഏറ്റുപറച്ചിൽ. എന്നാലും ചില തിരിച്ചറിവുകൾ നല്ലത് തന്നെയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ഒരിടത്തും ഒരു സംസ്ഥാനത്തിലും ഭരണമില്ലാതിരിക്കുന്ന ഈ അവസ്ഥയിൽ പ്രത്യേകിച്ചും ഈ തിരിച്ചറിവ് നല്ലതായിരിക്കുന്നു. കേരളത്തിൽ അമ്പേ പരാജയപ്പെട്ടതിന് ശേഷം ഇത്രയും ദയനീയമായ ഒരു പരാജയം മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ പരാജയത്തിന് ശേഷം എന്ത് പരാജയ കാരണം എന്നുള്ള വിശദീകരണത്തിന് ആകെ പറഞ്ഞത് ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ്, അല്ലാതെ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്നല്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നേതാക്കൾ അണികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇപ്പോൾ പാർട്ടി കമ്മിറ്റികളിൽ ചെറുതായി സമ്മതിച്ചു തുടങ്ങി ഭരണവിരുദ്ധ വികാരം അതുണ്ടായിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഭരിച്ചവർക്കാർക്കും തെറ്റില്ല. ഏറ്റവും ജനക്ഷേമപരമായ സർക്കാരായിരുന്നു ഇത്രയും കാലം ഭരിച്ചത് എന്ന രീതിയിലായി തുറന്നു പറച്ചിൽ. എന്നാലും തെറ്റുകൾ സമ്മതിക്കാൻ തയ്യാറല്ല. തങ്ങൾക്ക് തെറ്റില്ല എന്ന് തന്നെയാണ് ഗോവിന്ദന്റെയും പിണറായിയുടെയും വാദഗതി. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് മാത്രമായി തെറ്റ്. എന്നാൽ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചോ സ്ത്രീ പ്രവേശനത്തെക്കുറിച്ചോ വ്യക്തമായൊരു മറുപടി ഇപ്പോഴും പാർട്ടി പറയുന്നില്ല. ഈ ഏറ്റുപറച്ചിലിൽ പോലും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, സ്വർണ്ണക്കൊള്ള നടത്തിയ പത്മകുമാറിനെതിരെ പാർട്ടിയിൽ നിന്ന് നടപടി ഉണ്ടായിട്ടില്ല. അത് തെറ്റ് തന്നെയാണ്. പക്ഷേ അതിന് കൃത്യമായൊരു ന്യായീകരണം പറയുന്നുണ്ട്. ജയിലിൽ കിടക്കുകയായിരുന്നു, അതുകൊണ്ടാണ് കൃത്യമായൊരു നടപടിയെടുക്കാത്തത്. ജയിലിൽ കിടന്നാൽ പാർട്ടിക്ക് നടപടിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടത്രേ. എന്ത് മണ്ടൻ ഏറ്റുപറച്ചിലാണ്. ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഇനിയെങ്കിലും CPM നേതൃത്വം വ്യക്തമായി തിരിച്ചറിയണം. അതുപോലെ തന്നെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ആലപ്പുഴയിലുമൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റുണ്ടായിട്ടുണ്ടത്രേ. എന്നാൽ മുൻപ് പറഞ്ഞത് അത് പാർട്ടിയുടെ രീതിയാണ്, പാർട്ടി വ്യക്തമായി എടുത്ത നിലപാടാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റുപറയുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റി. പക്ഷേ പാർട്ടിക്ക് തെറ്റുപറ്റി എന്നിവിടെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ തെറ്റുപറ്റിയത് TK ഗോവിന്ദനും G സുധാകരനും കുഞ്ഞികൃഷ്ണനുമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു പാർട്ടി. കാരണം അവരുടെ പാർലമെന്ററി വ്യാമോഹമാണ്
ദോഷം ചെയ്തത്, അല്ലാതെ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് ആത്യന്തികമായി സമ്മതിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. വാർത്താ സമ്മേളനങ്ങളിലൊക്കെ തന്റെ ഭാര്യയുടെ സ്ഥാനാർത്ഥിത്വം ന്യായീകരിച്ച MV ഗോവിന്ദൻ ഇപ്പോൾ പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് തന്നെ പറയാൻ തയ്യാറായിരിക്കുന്നു. അതുമാത്രമാണ് അണികൾക്കിടയിലുള്ള ഏക ആശ്വാസവും. ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന തലം വരെ ആർക്കും അഭിപ്രായങ്ങൾ തുറന്നു പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പാർട്ടി കമ്മിറ്റികൾ പക്ഷേ അത് ആ ഒരു അവസരം കൊടുത്തത് തെറ്റായി എന്ന് മനസ്സാലെങ്കിലും MV ഗോവിന്ദൻ സമ്മതിക്കുന്നു. കാരണം താഴെത്തട്ട് മുതൽ മുകളറ്റം വരെ സംസ്ഥാന തലം വരെ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് ഗോവിന്ദനും പിണറായിയും. പക്ഷേ അതൊന്നും സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ടിൽ വന്നിട്ടില്ല. തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് തന്നെ ഇപ്പോഴും അവർ വാദിക്കുന്നുണ്ട്. നിർഭയമായും സ്വതന്ത്രമായും അഭിപ്രായം പറയാം എന്ന രീതിയിൽ ആരംഭിച്ച പാർട്ടി കമ്മിറ്റികൾ അവിടെ വന്ന അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങളൊന്നും മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയിലുള്ള റിപ്പോർട്ടിങ്ങും സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ പോലും വെള്ളാപ്പള്ളിയുടെ അഭിപ്രായങ്ങൾ തള്ളിക്കളയാതിരുന്ന സെക്രട്ടറിയും പിണറായിയും ഇപ്പോൾ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. യോഗി ആദിത്യനാഥിനെ ഇതുവരെ തള്ളിപ്പറയാതിരുന്ന പാർട്ടി ഇപ്പോൾ യോഗി ആദിത്യനാഥിനെയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അയ്യപ്പ സംഗമത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത്. അത് തെറ്റുപറ്റിയതാണ് എന്ന് പാർട്ടി സംസ്ഥാന സമിതിയിലെങ്കിലും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. കീഴ്ഘടകങ്ങളിൽ നിന്ന് ലാവാപ്രവാഹം പോലെ ഒഴുകി വന്ന വിമർശനങ്ങൾ അതേറ്റ് ഗത്യന്തരമില്ലാതെയാണ് ഈ അവസാന നിമിഷങ്ങളിലെങ്കിലും ചില ഏറ്റുപറച്ചിലുകൾ, സമ്മതിക്കലുകൾ നടത്തേണ്ടി വന്നത് പാർട്ടിക്ക്. ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുള്ള കണ്ണൂരിൽ പോലും പാർട്ടിക്ക് അടിപതറി എന്ന് സമ്മതിക്കേണ്ടി വരുമ്പോൾ ഇനി ഉയർത്തെഴുന്നേൽപ്പിന് എന്ത് വഴിയെന്ന് നേതാക്കൾക്ക് ആലോചിക്കേണ്ടി വരും. കണ്ണൂരിലെ വിഭാഗീയതയും ആലപ്പുഴയിലെ വിഭാഗീയതയും ഒന്നും പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഈ ഏറ്റുപറച്ചിലുകൾക്ക് വലിയ മാനങ്ങളുണ്ട്. പാർട്ടിക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്തും എന്ന ആശങ്കയിലാണ് സംസ്ഥാന നേതൃത്വം. അതിനിടയിലാണ് പാർട്ടിയെ ഞെട്ടിച്ചുകൊണ്ട് വീണയ്ക്കെതിരെയുള്ള ED സമൻസ്. വീണയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി EDക്ക് നേരെ പാർട്ടിയെ ഇളക്കിവിട്ട സംസ്ഥാന നേതാക്കൾക്ക് EDക്കെതിരെ വീണ്ടും ഒരു ആക്രമണത്തിന് പ്രാപ്തിയില്ലാതായിരിക്കുന്നു. അല്ലെങ്കിൽ കുറേയധികം അണികൾ അകത്തായതോടുകൂടി പാർട്ടിക്ക് നിലനിൽപ്പില്ലാതായിരിക്കുന്നു. ജനത്തിനു മുന്നിൽ എന്തു പറഞ്ഞ് നിലനിൽക്കും എന്നുള്ള അമ്പരപ്പിലാണ് പാർട്ടി. അതുകൊണ്ട് തന്നെ ആ ആക്രമണം നടത്തി ജയിലിലായ ആളുകളെ ഒരുവിധം തള്ളിക്കളഞ്ഞ നിലയിൽ തന്നെയാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. പാർട്ടിക്ക് അതിൽ പങ്കില്ല എന്നും പാർട്ടി ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറയാതെ പറഞ്ഞു വെച്ചു സംസ്ഥാന സെക്രട്ടറി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.